പയ്യന്നൂരിൽ സീറ്റ് ഉറപ്പിച്ച് മധുസൂദനൻ. വിമതർ തൃശങ്കുവിൽ. മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഫണ്ട് വിവാദവും പുസ്തക പ്രകാശനവും സംസ്ഥാനത്താകെ ചർച്ച ചെയ്യപ്പെടുകയും സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുകയും മണ്ഡലത്തിലാകെ കുഞ്ഞികൃഷ്ണന് അനുകൂലവും പ്രതികൂലവുമായ ഫ്ലക്സുകളും പ്രകടനങ്ങളും നടന്നെങ്കിലും പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനന് പകരക്കാരനായി മറ്റൊരു പേര് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടില്ല. ഇതോടെ വെട്ടിലായിരിക്കുകയാണ് വിമതപക്ഷം. ഒന്നുകിൽ ടി.ഐ. മധുസൂദനന് എതിരായി സ്വതന്ത്രനായി മത്സരിക്കണം, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കണം, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണം. ഇതാണ് വിമതർ നേരിടുന്ന പ്രതിസന്ധി. അവസരം മുതലാക്കാൻ UDFും BJPയും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും CPMന്റെ ഉരുക്കുകോട്ട എങ്ങനെ ഭേദിക്കണമെന്ന കാര്യത്തിൽ UDFന് നിശ്ചയമില്ല. ബാലകൃഷ്ണ പെരിയയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റിയെ രംഗത്തിറക്കി വിമതരുടെ വോട്ട് നേടി ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് UDF നീക്കം. പ്രാദേശിക നേതാക്കളായ ജയരാജൻ, K. രൂപേഷ്, KSU സംസ്ഥാന നേതാവായ ഷമാസ് തുടങ്ങിയ പേരുകളും UDFന്റെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 13,000 വോട്ടിന് മാത്രമാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ പിറകിൽ പോയത്. 49,000ന്റെ മൃഗീയ ഭൂരിപക്ഷം 13,000 കുറയ്ക്കാൻ സാധിച്ചത് UDFന് പ്രതീക്ഷ നൽകുന്നുണ്ട്. മധുസൂദനൻ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വികസന ജാഥയും ഗൃഹസന്ദർശനവുമായി സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പയ്യന്നൂർ ഇക്കുറി സംസ്ഥാനം ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേദിയാകുമെന്ന തീർച്ച. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമാറോ.